സത്യേട്ടന് സ്റ്റേഷനിൽ പോകുന്നില്ലേ? മണി 9 എന്താന്നറിയില്ല പക്ഷേ എനിക്ക് നല്ല തലവേദന. തലവേദനയോ? എന്തു പറ്റി? എന്താന്നറിയില്ല, എഴുന്നേറ്റപ്പോൾ മുതലേ ഭയങ്കര തലവേദന. ഓ, ഞാനൊന്ന് ലീവ് എടുത്താലോ എന്ന് ആലോചിക്കുക. ലീവോ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് സത്യേട്ടൻ 3 or 4 തവണയാ ലീവ് എടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള സത്യേട്ടന് ഒരു ചെറിയ തലവേദനയുടെ പേരിൽ ലീവ് എടുക്കാനോ? ചെറിയ തലവേദന എന്ന് ആര് പറഞ്ഞു? തല മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് വേദന എടുക്കുക. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഓ, ഇന്ന് സത്യേട്ടൻ ഇരി, ഞാനിപ്പോ വരാം. സത്യേട്ടാ, ഗുളിക ഇത് കഴിച്ച തലവേദന പമ്പ് കിടക്കും. അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ പോവാ. നിനക്കെന്റെ സ്റ്റേഷനിൽ പറഞ്ഞു വിട്ടാലേ പറ്റുള്ളൂ. ഞാൻ ഒരു ദിവസം ലീവ് എടുത്താൽ എന്താ കുഴപ്പം? എന്നാ പിന്നെ സ്റ്റേഷനിൽ പോണ്ട, ഗുളിക കഴിച്ചൂടെ? എനിക്ക് വേണ്ട, നീ ഒന്ന് പൊക്കേ. തലവേദന മാറണ്ടേ? ഓ അർച്ചേ, നീ പോയി ഒരു ചായ ഇട്ടുണ്ടാ, ചിലപ്പോ അത് കുടിക്കുമ്പോ തലവേദന മാറും. ഓ സത്യേട്ട ചായ. തലവേദന കലശലാണെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. ഒരു നിസ്സാര തലവേദനയ്ക്ക് എന്തിനാ ആശുപത്രി പോണേ? ഒരു നിസ്സാര തലവേദനയ്ക്ക് ലീവ് എടുക്കാമെങ്കിൽ പിന്നെ എന്താ ഹോസ്പിറ്റലിൽ പോയാല്? ആർച്ചേ, ഞാനിതൊക്കെ സഹിക്കുന്നത് നിനക്കും മോക്കും വേണ്ടിയിട്ടാണ് കേട്ടാ. എന്ത് സഹിക്കുന്നു? ഈ തലവേദന. നീ ഒന്ന് എഴുന്നേറ്റ് പോയേ. ആർച്ചേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നമുക്കേ എന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ? ഇപ്പോഴോ? ഞാനിന്നലെ അച്ഛന് സ്വപ്നം കണ്ട്. സ്വപ്നത്തിലെ അച്ഛൻ എൻ്റെ അടുത്ത് കുറേ ദേഷ്യപ്പെട്ട്. ഞാൻ അങ്ങോട്ട് പോവാത്തോണ്ടേ എനിക്ക് തോന്നുന്നു ചിലപ്പം അതുകൊണ്ടായിരിക്കും എന്റെ തലവേദന മാറാത്തേന്ന് കേട്ടോ. 3 മാസമായിട്ട് ഇതും പറഞ്ഞ് ഞാൻ സത്യേട്ടന്റെ പുറകെ നടന്നു. എന്നിട്ട് സമ്മതിക്കാത്ത സത്യേട്ടൻ ഇപ്പൊ എന്ത് പറ്റി? നമുക്കേ പോയിട്ടൊരു 2 ദിവസം അവിടെ നിന്നിട്ട് വരാം. അച്ഛന് കുറേ സന്തോഷാവും. ഒരു തലവേദനയുടെ കാര്യം പറഞ്ഞ് സത്യേട്ടന് 3 ദിവസം ലീവ് എടുക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, എനിക്ക് നാളെ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട്, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. പിന്നെ മോളുടെ സ്കൂളോ? ആർച്ചേ, ഈ ലോകത്തിൽ അതൊക്കെയാണോ ഏറ്റവും വലുത്? പിന്നെ എന്താ? വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും ആർച്ചയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ആ, എനിക്കിപ്പോ പഞ്ചായത്ത് കമ്മിറ്റിയും മോളുടെ സ്കൂളും തന്നെ പ്രധാനം. ഭർത്താവിനെ കൊലയ്ക്ക് കൊടുത്ത് അടങ്ങുന്നു തന്നെയല്ലേ? സത്യേട്ടന് ഇതെന്താ അടുക്കള തന്നെ കൂടിയോ? തലവേദനയാണെങ്കിൽ പോയി കിടക്ക്. ആർച്ചേ, എനിക്കൊരു ചെറിയ പ്രശ്നം പറയാനുണ്ട്. കുറച്ചുനാൾ മുമ്പേ ദിവാകരൻ എന്ന് പറഞ്ഞൊരു കുത്തുകേസിലെ പ്രതിയെ ഞാൻ പൊക്കി അകത്തിട്ട് കോടതി അവനെ ശിക്ഷിക്കുകയും ചെയ്തു. ഈ കോടതിയിൽ നിന്ന് ജയിലിലോട്ട് കൊണ്ടുപോണ വഴിയില്ലേ അവനെന്റെ മുഖത്ത് നോക്കിയിട്ടൊരു ഭീഷണി. ഞാൻ എന്തെങ്കിലും പുറത്തിറങ്ങും, അന്ന് എന്നെ വകവരുത്തുന്നു. ഇത്രേ ഉള്ളോ? ആർച്ചേ, നീ വിചാരിക്കും പോലെ ഇത് നിസ്സാരമല്ല കാര്യം. ഈ ദിവാകരൻ പറഞ്ഞതുപോലെ ചെയ്യും. സംഗതി പ്രശ്നമാണ് ആർച്ചേ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല സത്യേട്ടാ. ഒരു പോലീസുകാരനെ എന്തെങ്കിലും ചെയ്യാൻ അവന് ധൈര്യം ഉണ്ടാവൂ? ആർച്ചേ, നീ വിചാരിക്കുന്ന പോലല്ല. ദിവാകരൻ പറഞ്ഞതുപോലെ ചെയ്യും. അതെ, തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഇവിടുത്തെ വാതിലെല്ലാം അടച്ചു കുറ്റിയിട്ടിട്ടുണ്ട്. ആരും ഒന്ന് വിളിച്ചാലും ജനലിൽ കൂടെ നോക്കണം, എന്നിട്ടേ വാതിൽ തുറക്കാവൂ കേട്ടോ. ദിവാകരൻ, സ്റ്റേഷനിൽ വിളിക്കാം, ആദ്യം നിവർത്തിയുള്ളൂ. സാറേ, അത് ദിവാരനൊന്നുമല്ല, പവിത്രനാ. പവിത്രൻ, അല്ല ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നാണ്. സാറില്ലേ അകത്തില്ലേ? സാറുണ്ട്, പക്ഷെ സാറിന് സുഖമില്ല. ഒരു ചെറിയ തലവേദന. 2 ദിവസം ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞു. ചെറിയ തലവേദനയ്ക്ക് 2 ദിവസമാണോ ലീവ് എടുക്കുന്നത്? പവിത്ര വന്ന കാര്യം പറയണ്ടേ? സാറേ, ഞാൻ ആ സാറെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്ന. നമ്മുടെ ആ ദിനേശനും പ്രകാശനും ഇല്ലേ സാറേ, അവന്മാർ പിന്നെ അടിയും പോകണം തുടങ്ങി. ഇന്ന് രാവിലെയൊക്കെ എന്നെ അടിയായി പോകാമെന്ന് അറിയോ സാർ? അതുകൊണ്ട് അവിടെ വരുമെന്ന് പറഞ്ഞ ഈ പ്രശ്നം ഒരു പരിഹാരം ഉണ്ടാക്കി. എനിക്ക് വയ്യ, തലവേദനയാണ്. ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ല, ലീവാ. പുറത്തിറങ്ങില്ല, ഞാൻ ഇവിടെ തന്നെ കാണും. കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രശ്നം ഉണ്ടായപ്പോഴത്തെ സാറാ വന്നിട്ട് അത് തീരുമാനമാക്കി തന്നത്.
സാറിനെ പേടിച്ചിട്ട് അവന്മാർ ഇത്ര നാളും മിണ്ടാതിരുന്നത് ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയേക്കോ അടിയുമ്പോളൂ. സാർ എങ്ങനെയും വന്ന് ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അവന്മാർ ആ വിജയന്റെ ചായക്കടയിൽ ഇരിപ്പുണ്ട്. സാർ അങ്ങോട്ടൊന്ന് വരണം പ്ലീസ്. ഇപ്പൊ ഞാൻ ചായക്കടയിലോട്ട് വരാൻ നടന്ന തന്നെ. പവിത്രം പോകാൻ നോക്ക്. എനിക്ക് വയ്യാന്ന് പറഞ്ഞല്ലേ പവിത്ര? ശ്ശോ. അയ്യോ പോലെ 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 ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത്? സാറിന് ആ പഴയ ദിവാകരനെ ഓർമ്മയുണ്ടോ? അവിടെ മറ്റേ കണ്ണൊക്കെ ചുമന്നൊരു പുള്ളിക്കാരൻ. ഞാൻ ഇങ്ങനെ ജംഗ്ഷനിൽ നിൽക്കുമായിരുന്നു. ഈ പുള്ളിയുടെ കയ്യിലാണ് സാറിന്റെ അഡ്രസ്സും ഉണ്ട്. ഭാഗ്യമെന്ന് പറയട്ടെ, ഈ അഡ്രസ്സുമായിട്ട് പുള്ളി എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു സാറിന്റെ വീട്ടിലോട്ട് പോകണം വഴി ഏതാണെന്ന്. എന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. കാരണം സാറിന്റെ കാര്യത്തിൽ എനിക്ക് ഉപേക്ഷിച്ച് വിചാരിക്കാൻ പറ്റുമല്ല. അങ്ങനെ നമ്മൾ ഇരിപ്പോശം അതാ. അതേടാ, നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം. അതാണ് ഈ പഴി മാത്രം പറഞ്ഞു കൊടുത്തതിന് ഓട്ടോറിക്ഷ അവനെ കയറ്റി വിടാൻ പാടില്ലായിരുന്നു. ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയി. ഞാനെന്നാ ഇപ്പൊ അങ്ങോട്ട് ചെല്ലാം. അവിടെ ചെല്ലുമ്പോൾ എന്തായാലും പുള്ളി ആ ജംഗ്ഷനിൽ കാണും. ഞാൻ അവിടെ ചെന്നിട്ട് എന്റെ ഒരു കൂട്ടുകാരന്റെ ഓട്ടോറിക്ഷയിൽ അവനെ ഇങ്ങ് പറഞ്ഞെങ്കിൽ വിടാം. കൊല്ലേ ഞാൻ പവിത്ര. സാറെന്തിനാ സാറ് ഇങ്ങനെ കിടന്നൊരു തിളക്കുന്നേ? ഒന്നുമില്ല പവിത്ര, പവിത്ര പോയിട്ട് അത്യാവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ചേരിന്ന് സംസാരിച്ചിട്ട് പോവാം. ബാ. അയ്യോ ഇല്ല, എനിക്ക് ചെന്നിട്ട് ഒത്തിരി പരിപാടിയുള്ള സത്യം. എനിക്ക് പോകാൻ സമയമില്ല. അതുകൊണ്ടാ. അല്ലടാ, എനിക്കറിയാം നിങ്ങളുടെയൊക്കെ ആവശ്യത്തിന് ഞാൻ വേണം. എനിക്കൊരു ആവശ്യം വന്നപ്പോ ആരുമില്ല. സാറിന് തന്നെ ഇപ്പൊ ആവശ്യമില്ല. പവിത്ര, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തലവേദനയാണ്, വയ്യാതിരിക്കുകയാണെന്ന്. തലവേദനയൊക്കെ ഒരു ആവശ്യമാണോ? അത്തിരിക്കാം, കുറച്ചേരം സംസാരിച്ചിട്ട് പോകാൻ പവിത്ര. എന്റെ മെമ്പർ ഇതായി എന്നെ ഈ പറയുന്നത്. തലവേദനയുള്ള ഒരാളോട് സംസാരിച്ചിരിക്കാൻ പാടില്ല. പുള്ളിക്ക് തലവേദന കൂടും. ഇത് അങ്ങനത്തെ തലവേദന അല്ല. ഇതിനി എങ്ങനത്തെ തലവേദനയാണെങ്കിലും ശരി, നിങ്ങൾ എനിക്ക് തലവേദന ഉണ്ടാക്കരുത്. എനിക്ക് കുറെ പരിപാടികളുള്ള. ഇനി അടുത്ത പ്രാവശ്യം തലവേദന വരുമ്പോ ഞാൻ വന്നിരുന്ന് സംസാരിക്കും. ഓക്കെ ഓക്കെ. പവിത്ര, ആ ഗേറ്റ് പൂട്ടിയിട്ട് പോ. ആർജെ, അവ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ബാ, അത് കയറി അതിലടക്കും. ഏത് നേരത്താണെന്നോ എനിക്ക് അവനെ പിടിക്കാൻ തോന്നിയത്. ഒരു കാര്യമില്ലായിരുന്നു. വേറെ ആരെങ്കിലും പിടിച്ചെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു ആർച്ചേ. എനിക്ക് തോന്നുന്നു ഒക്കെ സത്യേന്റെ തോന്നലാണെന്നാ. അങ്ങനെ ഒരു ദിവാകരൻ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. ആർച്ചേ, പിന്നെ എന്തിനാണ് അവൻ എന്റെ അഡ്രസ് ചോദിച്ചത്? ശരി, അങ്ങനെ ദിവാകരൻ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അന്ന് സത്യേട്ടൻ അടിച്ച് താഴെ ഇട്ട പോലെ ഇന്നും ചെയ്യണം. അന്ന് ഞാൻ മാത്രമൊന്നുമല്ല, നാട്ടുകാർ ഒരുപാട് പേരുണ്ടായിരുന്നു. സത്യത്തില് ആ നാട്ടുകാരിൽ ആരോ എറിഞ്ഞ കല്ലുകൊണ്ടിട്ടാണ് അവൻ വീണത്. ഞാൻ ഒന്നും ചെയ്തില്ല, സത്യം. ആരോ വന്നു. ഞാൻ നോക്കിട്ട് വരട്ടെ, നോക്കാം. അവനാണ് ദിവാകരൻ. ഞാൻ എവിടെ ഒന്ന് വിളിക്കും. ഞാൻ ഇവിടെ വിളിക്കട്ടെ അർച്ചേ. അയ്യോ, അവൻ ഇവിടെ എത്തി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്റെ സർവീസ് റിവോൾവർ എടുത്തൊന്ന് പൊട്ടിച്ചാലോ? അല്ലെങ്കിൽ അത് വേണ്ട, എന്തെങ്കിലും സംഭവിച്ചിട്ട് കോടതി കേസും ആവും. അർച്ചേ, മുളക് പൊടി ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം, വാതിൽ തുറക്കണം, മുളക് പൊടി അവന്റെ കണ്ണിലെറിയാം, പിന്നെ അവനൊന്നും കാണാൻ പറ്റില്ല. അവൻ ഇവിടെ എത്തി. സത്യേട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചോ? ഞാൻ ചെന്ന് വാതിൽ ഓർക്കാം. സത്യേട്ടൻ ഇവിടെ ഇല്ലെന്ന് ഞാനങ്ങ് പറഞ്ഞേക്കാം. അത് വേണ്ട, അവൻ നിന്നെ ഉപദ്രവിക്കും. ഇങ്ങനെയുള്ളമാർക്ക് സ്ത്രീ എന്നുള്ള പരിഗണന അവർ തരില്ല. എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം ആർച്ചേ, എന്തായാലും ഇത്രത്തോളമായി, ഇതുവരെ ആയില്ലേ. ഇനി നെഞ്ചും വിരിച്ച് ധീരമായി ഞാൻ അവനോട് നേരിടാൻ പോവാ. അതെ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ധീരമായി പൊരുതിയാണ് ഞാൻ മരിച്ചെന്ന് നീ നാട്ടുകാരോടൊക്കെ പറയണം. ദിവാകരൻ പരോളിലിറങ്ങിയതാണല്ലേ? അതെ. പരോളിലിറങ്ങുമ്പോ ചില വ്യവസ്ഥകളൊക്കെ അവിടെ പറഞ്ഞിട്ടില്ലേ? എന്തോ അവസ്ഥ? പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞ്
എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ പരോള് ക്യാൻസൽ ആവും. മാത്രമല്ല പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പരോള് കിട്ടില്ല. അതൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് പരോൾ ഇറങ്ങി ചെരുപ്പുകടയിൽ പോയി എന്റെ അഡ്രസ്സ് തപ്പിയെടുത്തത്. ഒരു അഡ്രസ്സ് ചോദിക്കുക കുറ്റകൃത്യമാണോ സാറേ? ഇക്കാര്യം പറയുന്നു. എന്റെ സ്വഭാവം അറിയാലോ. കുത്തുകേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി അറസ്റ്റ് ചെയ്ത എസ്ഐയുടെ അഡ്രസ്സ് തപ്പി വീട്ടിൽ വന്ന അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ ദിവാകരന്? എന്തായിരിക്കും? നിന്റെ ഭീഷണിയൊന്നും എന്നോട് വേണ്ട. ഞാൻ ഇടഞ്ഞതാണേ. അറിയാലോ, ഡിപ്പാർട്ട്മെന്റിൽ എന്നെ അറിയപ്പെടുന്നത് തന്നെ തീപ്പൊരു സത്യപാലനാണ്. എന്നോട് നീ കളിക്കരുത്. എന്നെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയ കേരള പോലീസ് മുഴുവനും ഇളകി വരും. പിന്നെ നിന്റെ പൊടി പോലും കാണില്ല ദിവാകര. അതിന് ഞാൻ സാറിനെ കാണാൻ വന്നതല്ല, ഞാൻ മെമ്പറെ കാണാൻ വന്നതാ. ഈ വാർഡിൽ താമസിക്കുന്ന വടക്കേടത്തെ ലക്ഷ്മി ഇല്ലേ, അത് എന്റെ അനിയത്തിയാ. അവൾ വിധവാ പെൻഷന് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലിപ്പോ ആരോ ഉടക്ക് വെച്ചതാ. അതൊന്ന് മെമ്പർ ശരിയാക്കി തരണം. ഇവിടെ അന്വേഷിച്ചപ്പോ സാറിന്റെ ഭാര്യയാണെന്നാ പറഞ്ഞത്. അതുകൊണ്ടാ വന്ന് കണ്ടത്. ലക്ഷ്മിയോട് എന്നെ വന്നൊന്ന് കാണാൻ പറയും, ഞാൻ ശരിയാക്കി കൊടുക്കാം. ആ ഇനിയിപ്പോ അതിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, പഞ്ചായത്ത് ഓഫീസിലോട്ട് പോയാൽ മതി കേട്ടോ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല മാഡം. സാറേ മറന്നാലും കുഴപ്പമില്ല. അതിന്റെ പേരും പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ദിവാരം പോ. ശരി സാറേ. ഇങ്ങോട്ട് തന്നേ. എന്തൊക്കെയായിരുന്നു പൂകില്? വെട്ടുകത്തി, വടിവാള്, സർവീസ് റിവോൾവർ, മുളക് പൊടി. ഈ പാവത്തിനെ മര്യാദ പഠിപ്പിക്കാനായിരുന്നോ ഇതൊക്കെ? അതെ, ഒരു പോലീസുകാരൻ എപ്പോഴും ജാഗരൂകരായിരിക്കണം. ഏത് കോണിൽ നിന്നാണ് ആക്രമണം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല. ഏയ് സത്യമായിട്ട് പേടിച്ചിട്ടേ. എന്തിന്?